നെക്സ്റ്റ് നമുക്ക് നമ്മുടെ IDE അതായത് കോഡ് ബ്ലോക്സ് കോഡ് എഡിറ്ററും അതുപോലെ തന്നെ MinchW കമ്പൈലറും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഫയലാണ്. സോ നമ്മൾ ആദ്യമായി ഗൂഗിളിൽ വന്നതിന് ശേഷം കോഡ് ബ്ലോക്സ് എന്ന് സെർച്ച് ചെയ്യുക. കോഡ് ബ്ലോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് കാണാൻ കഴിയും. codeblocks.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് ബ്ലോക്സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ഈ ലിങ്ക് ഡൗൺലോഡ് ദ ബൈനറി റിലീസ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് ചോദിക്കും. ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. വിൻഡോസ്, അതുപോലെ ലിനക്സ്, മാക്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണ്. സോ ഞാൻ വിൻഡോസ് എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫയൽസ് ഇവിടെ കാണാൻ കഴിയും. സോ ഇതിൽ നമുക്ക് വേണ്ടത് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് കോഡ് എഡിറ്ററും അതുപോലെ കോഡ് എഡിറ്റർ ആയിട്ടുള്ള കോഡ് ബ്ലോക്സും അതുപോലെ കമ്പൈലർ ആയിട്ടുള്ള MinchW കൂടി ചേർന്നിട്ടുള്ള ഒരു ഫയലാണ്. സോ നമുക്ക് സെപ്പറേറ്റ് കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്നതെല്ലാം ഈ 64 ബിറ്റ് ഫയലാണ്. അതുപോലെ താഴോട്ട് കാണുന്നതെല്ലാം ഈ 32 ബിറ്റാണ്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് 64 ബിറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ കാണുന്നൊരു ഫയൽ കോഡ് ബ്ലോക്സ് വേർഷൻ നമ്പർ 2003 MinchW setup.exe എന്ന് പറയുന്ന ഈ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഫയലിന് നേരെ ഈ റൈറ്റ് സൈഡിൽ വന്നതിന് ശേഷം 2 സൈറ്റ് ഉണ്ടായിരിക്കും. ഏത് സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാൻ ഫോസബ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഫയലിൻ്റെ ഡൗൺലോഡിംഗ് ഇവിടെ സ്റ്റാർട്ടാവും. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ ഏത് ഫോൾഡറിലാണോ ഡൗൺലോഡ് ചെയ്തത് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ കോഡ് ബ്ലോക്സ് 2003 MinchW setup എന്ന് പറയുന്ന ഫയൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമൽ പ്രൊസീജിയറാണ്. സാധാരണ നമ്മളൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണ്. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ലൈസൻസ് അഗ്രിമെൻറ്റ് I agree കൊടുക്കുക. ശേഷം നെക്സ്റ്റ്. ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ C പ്രോഗ്രാം ഫയൽസിൽ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളോട് ഇതുപോലെ ഒരു മെസ്സേജ് വരും. ഡു യു വാണ്ട് ടു റൺ കോഡ് ബ്ലോക്സ് നൗ? നമ്മൾ യെസ് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ചെയ്യുക. സോ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഓപ്പൺ ആയി വരും. സോ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ആയി വന്നു. ഇനി നമുക്ക് ചെറിയൊരു സെറ്റപ്പ് കൂടി ബാക്കിയുണ്ട്. സോ നമ്മൾ ഈ കോഡ് ബ്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമിൽ പോവുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് സിയിൽ പ്രോഗ്രാം ഫയൽസിൽ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് MinchW എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ കമ്പൈലർ. നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് റൺ ചെയ്യുന്നതിന് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. സോ ഇത് MinchW ഓപ്പൺ ചെയ്യുക. ഇതിൽ ബിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ പാത്ത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ശേഷം നമുക്ക് ഇതിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, സോ ഇവിടെ സെർച്ച് ബാറിൽ വന്നതിന് ശേഷം സിസ്റ്റം എൻവയോൺമെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന്. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ പാത്ത് എന്ന് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എഡിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ന്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. C പ്രോഗ്രാം ഫയൽസ് കോഡ് ബ്ലോക്സ് MinchW ബിൻ. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇനി ഓക്കെ കൊടുക്കുക. നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കോഡ് ബ്ലോക്സിൽ വീണ്ടും വരിക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ കമ്പൈലർ എന്ന് കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ ടൂൾ ചെയിൻ എക്സിക്യൂട്ടബിൾ എന്ന് കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവിടെ കോപ്പി ചെയ്ത അതേ പാത്താണോ ഇവിടെ ഉള്ളതെന്ന് നോക്കുക. സോ നിങ്ങൾക്കിവിടെ കാണാം C പ്രോഗ്രാം ഫയൽസ് കോഡ് ബ്ലോക്ക് MinchW എന്ന് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഓട്ടോ ഡിറ്റക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അതുപോലെ ആ പാത്ത് തന്നെ ഇവിടെ കാണാൻ കഴിയും. സോ ആ പാത്ത് അല്ലെങ്കിൽ ആ പാത്ത് നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ C++ പ്രോഗ്രാം ചെയ്യുന്നതിന് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാം.